ഇവിടെ ഇന്നിപ്പോൾ ഹൈക്കോടതി എടുത്ത് കുടഞ്ഞു, NHAയെ കുടഞ്ഞു, സംശയമില്ല. എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുത്തു എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം 18,000 കിലോമീറ്റർ ഇന്ത്യ ഒട്ടാകെ കൺസ്ട്രക്ഷൻ നടത്തി പരിചയമുള്ള കമ്പനിയാണ് KNR. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടില്ല, അപഖ്യാതി കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് NHAയ്ക്ക് മനസ്സിലാകാതെ പോയത്? ഈ വയലുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ DPRൽ മാറ്റമുണ്ടാക്കി എന്ന കാര്യത്തിലൊക്കെ അത് അന്വേഷിക്കണമെന്ന് ക്ഷുഭിതനായി സംസാരിക്കുന്ന സുരേഷ് ഗോപിയെയും നമ്മൾ കണ്ടു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് വരാം. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത്? അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിനെന്തായിരുന്നു പ്രതി സംവിധാനം? ഇതിനൊരു DPR 1 ഉണ്ടായിരുന്നോ? അത് നമ്മൾ ഫോളോ ചെയ്തോ? എവിടെയാണ് DPR 1 മാറ്റി DPR 2? അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? അന്വേഷിക്കണം. ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പലയിടങ്ങളിൽ അന്വേഷിക്കും. ഇതൊന്നും സംസ്ഥാന സർക്കാരിന് തലയിൽ കെട്ടിവെക്കാവുന്ന കാര്യങ്ങളല്ല ശ്രീ കൃഷ്ണദാസ് സുരേഷ് ഗോപി ചോദിച്ചത്. ഒപ്പം ഇന്ന് കോടതിയിൽ പല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നോക്കി, ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുത്തു എന്നും മറ്റു പറഞ്ഞ് അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങനെ മാത്രം നടപടിയെടുത്തൊഴിയാവുന്ന ഒന്നാണോ ഇത്? നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം, ഓരോ സ്ഥലങ്ങളിലും നിർമ്മാണം നടത്തുമ്പോൾ അവിടുത്തെ പ്രത്യേകത, ഇതൊക്കെ പരിശോധിച്ച് വേണ്ടേ വളരെ പ്രധാനപ്പെട്ട ഏജൻസി കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്? ശ്രീ രഞ്ജിത്ത്, നമ്മുടെ സംസ്ഥാനത്ത് അത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പണം ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ LDF സർക്കാർ വന്നതിന് ശേഷം അതിൽ എല്ലാ കാര്യങ്ങളും ഈ LDF ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കുന്നതാണ് എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്താൻ LDF സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ പലപ്പോഴും പ്രത്യക്ഷമായി, നമുക്ക് പരോക്ഷമായി ഏതെങ്കിലും തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. നമ്മളൊരു പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നതിൽ പറയാം, നമുക്ക് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പല പദ്ധതികളും അത് സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്, ഞങ്ങളാണത് നടപ്പാക്കുന്നത് എന്ന് പറയാനുള്ള ഒരു വലിയ വ്യഗ്രത, അതിലൊരു വലിയ എടുത്തുചാട്ടം ഈ ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെ ദേശീയപാതയുടെ കാര്യത്തിൽ മാത്രത്തിൽ തന്നെയാണ്. ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ പൂർത്തിയാക്കപ്പെടുന്ന സ്ഥലത്ത് പോയി മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഞാൻ പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം പല മന്ത്രിമാരും അതിന്റെ ഭാഗമാണ്, കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിലും നാഷണൽ ഹൈവേയുടെ പണിയെക്കുറിച്ച് അത് തങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിലും നാഷണൽ ഹൈവേ ചെയ്യുന്ന മുഴുവൻ പണിയും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 60,000 കോടി രൂപയുടെ ടോട്ടൽ പ്രോജക്റ്റ് ആണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ നാഷണൽ ഹൈവേ രാജ്യത്ത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, ആദ്യത്തെ ഗവൺമെന്റ് ആണെങ്കിലും രണ്ടാമത്തെ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ മൂന്നാമത്തെ ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്നുള്ളൊരു പ്രോസസ് അല്ലാതെ, എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മുഴുവൻ തുകയും കൊടുത്തു എന്ന അർത്ഥത്തിലല്ല. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് അതിന് 25% ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആരും അംഗീകരിക്കാത്തതല്ലോ, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ. നമ്മുടെ രാജ്യത്ത് കണക്കുകളുണ്ടല്ലോ, ഒരു സംവിധാനമല്ലേ, സർക്കാർ സംവിധാനമല്ലേ. അപ്പൊ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ NHA നടത്തുന്ന പ്രവർത്തനം തങ്ങളുടെ ഗവൺമെന്റിന്റേതാണ് എന്നുള്ള പ്രചരണം, ആ പ്രചരണമാണ് ഇവിടെ സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. NHA നടത്തുന്ന റോഡുകളുടെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ നേരത്തെയുള്ള കാലഘട്ടത്തിലെ റോഡുകളുടെ സ്ഥിതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നാഷണൽ ഹൈവേയുടെ പണികൾ പൂർത്തിയാക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കുഴികൾ ഉണ്ടാകുന്നു, പല സ്ഥലങ്ങളിലും അതിന്റെ അപാകതകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ നാഷണൽ ഹൈവേകളിൽ റോഡുകൾക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, പലപ്പോഴും അതുണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം നാഷണൽ ഹൈവേക്കുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ, എവിടെയെങ്കിലും നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപാകത ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും കേരള സംസ്ഥാനത്ത്
രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും ഒരു പദ്ധതി അതിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അത് തങ്ങളാണ് അത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നേരത്തെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ DPR ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ലോക്കൽ ആളുകളുമായി ചേർന്നുകൊണ്ട് അതിനെ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുക. ഈ തരത്തിൽ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ അതിലേതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച കൂട്ടത്തിൽ ഇതിന്റെ DPRമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല അതിന്റെ അലൈൻമെന്റിനെ സംബന്ധിച്ചാണെങ്കിലും കൺസ്ട്രക്ഷനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞതും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉന്നതതല യോഗം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും ഇവിടെ നടപടിയെടുത്തോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രീ രഞ്ജിത്ത്, ഒരു വിഷയം ഉണ്ടാകുന്നു, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റോഡിന് ഏതെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റോഡ് പൊളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് 12 മണിക്കൂർ പോലും എടുത്തില്ല. ആ കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചു. കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ വിശദീകരിക്കപ്പെട്ടു. അതിലുള്ള നടപടികൾ വിശദീകരിക്കപ്പെട്ടു. ഇപ്പോ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അതിന്റെ തലേ ദിവസം വരെ, നമ്മൾ ഈ വിഷയം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസത്തെ സാഹചര്യങ്ങൾ നോക്കിയാൽ പോലും ഇപ്പൊ നിങ്ങളുടെ ചാനൽ പറയുന്ന പോലെ തന്നെ റീൽസ് ഇടാൻ ആർക്കാ പറ്റാത്തത്? അവിടെ ചെന്ന് ഒരു ഫോട്ടോ എടുത്താൽ പോരെ, വീഡിയോ എടുത്താൽ പോരെ, ഉടനെ തന്നെ അതിന്റെ പുറത്ത് കമന്റ് ഇട്ടാൽ പോരെ? അപ്പൊ അതിനെ ആ തരത്തിൽ ചെയ്യുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം വേണ്ടേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നുമായി കൃത്യമായി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നാഷണൽ ഹൈവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, നാഷണൽ ഹൈവേ നടപ്പാക്കുന്നത് കേന്ദ്രമാണ്. ഇത് കുറച്ച് മുൻപ് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടായാൽ മതിയായിരുന്നു. ഈ സർക്കാരിനെ പഴികേക്കേണ്ടി വരില്ല. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്താ പറയുന്നത്? ഇവിടെ റോഡ് പൊളിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം നിങ്ങളുടെ മേത്തേക്ക് ആരും വെക്കുന്നില്ല, നിങ്ങൾ ഇതിന്റെ മുഴുവനും ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ പദ്ധതിയാണോ എന്ന് നിങ്ങൾ ഒന്ന് വിശദീകരിക്കണം എന്നുള്ളത് തിരിച്ചു ചോദിക്കും. അത് സ്വാഭാവികമല്ലേ? ആരായാലും ചോദിക്കില്ലേ? അപ്പൊ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു, ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടായാൽ അതുകൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്ത് ഏതാണ്ട് 150-200 മീറ്റർ സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത്. ഏതാണ്ട് 600ഓളം കിലോമീറ്റർ വരുന്ന ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതിനിടയിലാണ് ഈ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നത്. അസ്വാഭാവികമായും ആ പ്രശ്നം തന്നെയാണെന്ന് മാത്രമല്ല പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. അത് കൃത്യമായി പഴുതടച്ച് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതിന്റെ എല്ലാ അർത്ഥത്തിലും ബലപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യം നാഷണൽ ഹൈവേയെ സംബന്ധിച്ചുള്ളതാണ്. കാരണം അത്രയേറെ വാഹനങ്ങളുടെ ബാഹുല്യവും കൃത്യതയും ഉണ്ടാകേണ്ട ഒരു പദ്ധതിയാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയമുണ്ട്. ആ രാഷ്ട്രീയ നയം ഇപ്പൊ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നു. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയമാണ്. ശരി, തിരിച്ചു വരാം. ശ്രീ പി